ലയണൽ മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പുകളിൽ ആന്റോ അഗസ്റ്റിന് കുരുക്ക് മുറുകുകയാണ്. 2023-25 കാലത്തെ പണമിടപാടുകളിൽ അവ്യക്തത. ആന്റോ അഗസ്റ്റിന്റെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും അക്കൌണ്ടുകൾ ഇഡി പരിശോധിക്കും. ദുരൂഹ പണമിടപാടുകൾ ഇഡി ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, അതായത് ഈ മെസ്സിയെ മറയാക്കിയുള്ള തട്ടിപ്പ്, അത് നമ്മൾ എന്നും പറയുന്നത് പോലെ, അതായത് നമ്മൾ സ്ഥിരം ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 100 കോടിക്ക് മേലെയാണ് തട്ടിപ്പ് എന്നുള്ളതാണ്. ആന്റോ അഗസ്റ്റിൻ, ഒപ്പം തന്നെ അഗസ്റ്റിൻ സഹോദരന്മാർ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, ഒപ്പം തന്നെ മുൻ മന്ത്രി ഈ അബ്ദുറഹ്മാന്റെ ഒക്കെ പങ്ക് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇഡിയുടെ അന്വേഷണം അത് ഏത് ദിശയിലേക്കാണ് ജിജീഷ്? രാഗി, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ECIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി അന്വേഷണ സംഘം പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത് ചില അക്കൗണ്ടുകളാണ്. ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളാണ് മെസ്സിയുടെ പേരിൽ. ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്നും സൗഹൃദ മത്സരം, അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരം നടത്തുമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടത്തി. സ്വാഭാവികമായും മെസ്സി കേരളത്തിലെത്തുമെന്ന് പറയുമ്പോഴുള്ള പ്രചാരണമുണ്ട്. സഹ സ്പോൺസർമാർ കൂടുതലായി തന്നെ പണം മുടക്കാൻ തയ്യാറായി വരും. അങ്ങനെ വലിയ സാമ്പത്തിക ഇടപാടുകൾക്കുള്ള ഒരു മാർഗമാക്കി പ്രഖ്യാപനത്തെ മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന്റോ അഗസ്റ്റിന്റെ അക്കൗണ്ട് വിവരങ്ങൾ, ആന്റോ അഗസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ 2023 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഉടമയായിട്ടുള്ള ആന്റോ അഗസ്റ്റിൻ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, അഗസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള, ആന്റോയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പണം അത് എവിടെ നിന്നെല്ലാമാണ് വന്നിട്ടുള്ളത്, തിരികെ ആർക്കെല്ലാം പണം കൈമാറ്റം നടത്തിയിട്ടുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്യുന്നത്. ഈ അക്കൗണ്ട് വിവരങ്ങളുടെ എല്ലാം തന്നെ നടപടിക്രമങ്ങൾ, അത് പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പ്രധാനമായും ECIR രജിസ്റ്റർ ചെയ്ത് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക്. അത് ആന്റോ അഗസ്റ്റിനെയാണെങ്കിലും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്ന ആളുകളെയാണെങ്കിലും എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. അതിന്റെ ആദ്യ പടിയായിട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. പ്രത്യേകിച്ച് വിദേശ നാണ്യവിനിമയ ചട്ടങ്ങളുടെ ലംഘനം കൃത്യമായി നടന്നു എന്നാണ് പ്രാഥമിക പരിശോധനയിൽ തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഈ സംസ്ഥാന GST ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മരവിപ്പിക്കാൻ ശ്രമിച്ച കേസ് കേന്ദ്ര GSTയുടെ കൈവശം എത്തുന്നതും കേന്ദ്ര GST ഇക്കാര്യത്തിൽ സംസ്ഥാന GSTയിൽ നിന്ന് റിപ്പോർട്ട് തേടിക്കൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനെല്ലാം തന്നെ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തി കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അതിനുശേഷം ECIR രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക. രാഗി, ജിജീഷ്, എന്തായാലും ECIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇഡിയുടെ നീക്കം. ആന്റോ അഗസ്റ്റിന് കുരുക്ക് മുറുകുകയാണ്. വീണ വിജയന്റെ പേരിലുള്ള ലേക്കർ ഇന്ത്യ കമ്പനിയെ പറ്റിയുള്ള ചോദ്യത്തോട് ഉരുണ്ടു കളിച്ച മുഹമ്മദ് റിയാസ് MLA. സ്ഥാപനം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സ്ഥാപനം തുടങ്ങാനും പൂട്ടാനും തുടങ്ങിയവർക്ക് അവകാശമുണ്ട് എന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം. ആദ്യം റിയാസിന്റെ പ്രതികരണത്തിലേക്ക്. എന്തായാലും ആ പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുൻപ് അനഘ ഹർഷൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനഘ, അതായത് ഈ ലേക്കർ ഇന്ത്യയുമായി ചുറ്റിപ്പറ്റി വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത തന്നെയാണ്. ആ ദുരൂഹത ഈ ലേക്കർ ഇന്ത്യ എന്നൊരു കമ്പനിയെ പറ്റി എന്താണ് വീണയുമായി ചുറ്റിപ്പറ്റി നടന്ന റെയ്ഡിന് പിന്നാലെ വിവരങ്ങൾ വരുന്നു. അതിന് പിന്നാലെ ദേ ഇപ്പോൾ റിയാസ് തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഉരുണ്ടുകളി നടത്തുമ്പോൾ ആ ദുരൂഹത നീങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലേ? തീർച്ചയായും രാഖി, അതായത് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി അതൊരു കടലാസ് കമ്പനിയാണ് എന്നുള്ളതായിരുന്നു ഈ നേരത്തെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഈ വീണയുടെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആ സ്ഥാപനം എവിടെയാണ് ഉള്ളത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല. പക്ഷെ തന്റെ നോമിനേഷനിൽ അത്തരത്തിലൊരു കമ്പനി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം എവിടെയാണ്, എന്തുകൊണ്ട് നിർത്തി എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം തരേണ്ടത് മുഹമ്മദ് റിയാസ് തന്നെയായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന ഇത്തരം അനധികൃതമായി സമ്പാദിച്ച പണമൊക്കെ ഇത്തരം കമ്പനികളുടെ പേരിലേക്ക് വകമാറ്റി എന്നുള്ളത് കൂടി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അത്തരത്തിലൊരു കമ്പനിയാണ് ലേക്കർ ഇന്ത്യ എന്നതിലേക്കും അന്വേഷണം എത്തി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ രീതിയിൽ ഒരു പ്രതികരണം, ഒരു ഉരുണ്ട് കളിച്ചൊരു പ്രതികരണം മുഹമ്മദ് റിയാസ് നടത്തുന്നത്. മറ്റൊന്ന്, ഇന്നലെ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു EDയുടെ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഈ റെയ്ഡ്
സംബന്ധിച്ച് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത്, അതായത് ഈ റെയ്ഡിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രേഖകൾ ശേഖരിച്ചതിന് ശേഷമാണ് ED സംഘം ഇന്നലെ നടന്ന റെയ്ഡിൽ നിന്ന് മടങ്ങിയത് എന്നുള്ള കാര്യം കൂടി നമുക്ക് എന്തായാലും ആ റിയാസിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതൊന്ന് പരിശോധിച്ച ശേഷം അനഖയിലേക്ക് മടങ്ങിയത്. കൃത്യമില്ല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴുള്ള സ്ഥാപനം ഏതാന്നൊക്കെ പറഞ്ഞല്ലോ, സ്ഥാപനം ഏത് നമ്മൾ പറഞ്ഞല്ലോ, അത് അന്വേഷിച്ച് ED എന്ന് പുറത്തു വരുന്നത് EDയുടെ ആര് നിങ്ങളോട് പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പറയേണ്ടത് പറഞ്ഞു, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഓരോന്നിനും നിയമപരമായി കൈകാര്യം ചെയ്തോട്ടെ, അന്വേഷിച്ചോട്ടെ എന്ന്. അനക്ക അതാണ്, അതായത് റിയാസിന് പറയാനുള്ളതൊക്കെ റിയാസ് പറഞ്ഞു. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും വേണ്ട, അതിന് കൃത്യമായ ഒരു ഉത്തരം റിയാസിന്റെ പക്കലില്ല എന്നുള്ളത് ആ ഒരു ശരീരഭാഷയിൽ തന്നെ വ്യക്തവുമാണ്. എന്തായാലും ലേക്കർ ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചാൽ റിയാസിന് ഉത്തരമില്ല, അല്ലെങ്കിൽ വീണയ്ക്ക് ഉത്തരമില്ല എന്നത് ഒരിക്കൽ കൂടി അടിവരയിടുകയാണല്ലോ ഈ പ്രതികരണം. നോക്കൂ രാഖി, അതായത് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട്ടെ പന്തരങ്കാവിലെ ഒരു സ്ഥലത്താണ്. പക്ഷേ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനമോ അതുമായി ബന്ധപ്പെട്ട മറ്റൊന്നോ ഇല്ല, ഒരു ഗോഡൌൺ മാത്രമാണ് ഈ സ്ഥലത്ത് ഉള്ളത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിനെ സംശയത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ അനധികൃതമായി സമ്പാദിച്ചിരിക്കുന്ന പണം ഈ രീതിയിൽ ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് മാറ്റി എന്നുള്ളതൊക്കെയായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ കമ്പനിയെക്കുറിച്ച് മുഹമ്മദ് റിയാസിനോട് ചോദിച്ചത്. ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹം തന്നെയായിരുന്നു. പക്ഷേ ഒരു മറുപടിയും പറഞ്ഞില്ല. ഒരു സ്ഥാപനം തുറക്കാം, അത് പൂട്ടാം, അത് സ്ഥാപന ഉടമയ്ക്കാണ് അവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന രീതിയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്നലെ നടന്ന റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ തന്റെ സുഹൃത്തുക്കളെ കൂടി കേന്ദ്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെയും ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ED സംഘം കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പക്ഷേ മുഹമ്മദ് റിയാസിനെ കൂടി ചോദ്യം ചെയ്യുന്നതിലേക്ക് ED സംഘം കടക്കും എന്നുള്ള കാര്യത്തിലേക്ക് കൂടിയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന റെയ്ഡിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഉണ്ടായിരിക്കുന്നത്.